നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. എന്തും പറയാവുന്നതാണ്. വാഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, പരിഭവങ്ങൾ, അതുപോലെ സന്തോഷങ്ങൾ എന്തും പങ്കിടാവുന്നൊരു വേദിയാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ റാപ്പിഡ് ഫയറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളെല്ലാവരും ധാരാളം പണം സമ്പാദിച്ച് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ വളരെ ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ വലിയ നിക്ഷേപങ്ങളായിട്ട് മാറുന്നു. അത് നമ്മളങ്ങനെ സമ്പാദിച്ച് വയ്ക്കുന്നു. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് നമുക്കത് വാഹനം വാങ്ങിക്കാനോ മറ്റോ ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒരു അസുഖം വരുന്നത്. അസുഖം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ അറിയാമല്ലോ. ലക്ഷങ്ങളാണ് നമുക്കൊരു അസുഖം വന്നാൽ ചിലവാക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ 25-30 ലക്ഷം രൂപയൊക്കെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സമ്പാദിച്ച പൈസയെല്ലാം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ കൃത്യമായി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത്. അത് വലിയൊരു ഭീമമായ തുക നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വയ്ക്കുകയൊന്നും വേണ്ട. മാസം 400-500 രൂപയൊക്കെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപ വരെയൊക്കെ അതിൻ്റെ കവറേജ് ലഭിക്കും. അത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ലിങ്ക് വഴി നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ 51-ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് താരതമ്യപ്പെടുത്തി അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ കീശയ്ക്ക് ഒതുങ്ങുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കും. പിന്നെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് BP അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡേ 1 തൊട്ട് തന്നെ അവർക്ക് അതിൻ്റെ കവറേജ് ലഭിക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതിനുവേണ്ടി കുറേ കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വലിയ തുക സമ്പാദിച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ തുകയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊടുത്ത് തീരാവുന്നതേ ഉള്ളൂ. കൃത്യമായും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ അതുപോലെ ക്രമാതീതമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജുകളെ പറ്റി അറിയാൻ സാധിക്കും, താരതമ്യപ്പെടുത്താൻ സാധിക്കും. തന്നെയുമല്ല ഒരു QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കൃത്യമായ വിവരങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പോളിസി എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് പുതിയ സ്കോഡ കൈലാക്കിൻ്റെ ഉടമയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? ലിജോ. എന്തെങ്കിലും ലിജോ? ബാങ്കിലെ വർക്ക് ചെയ്യുന്നു. ഇവിടെ കൊച്ചി തന്നെ? ഇവിടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസ് ശരി. ഇവിടുത്തെ ഇടം തന്നെയാണോ? അതെ അതെ. എവിടെ താമസിക്കുന്നത്? തേവര. അപ്പം എവിടെ ഓഫീസ്? ഏത് ഭാഗത്താണ്? നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ അതിനടുത്തായിട്ട്. ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് രാവിലെ പോകേണ്ടത്. അതെ അതെ. അവിടെ പാർക്കിംഗ് സൗകര്യം കുറവായതുകൊണ്ട് വണ്ടിയായിട്ടൊക്കെ എടുക്കാറുള്ളൂ. ആണല്ലേ? ശരി. എത്ര കാലം എടുത്തിട്ടിപ്പോൾ? 19th മെയിനാണ് എടുത്തത്. ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ച ആയിട്ടുള്ളൂ. ശരി. ഈ സെഗ്മെന്റിൽ ഇഷ്ടംപോലെ മോഡൽ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്? അപ്പോൾ ഇത് എടുക്കുന്നതിന് മുമ്പ് എല്ലാം ഓടിച്ചൊക്കെ നോക്കിയിരുന്നോ? ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ്. അപ്പോൾ ഞാൻ വണ്ടി എടുക്കണം എന്ന് ഒരു പ്ലാൻ വന്നപ്പോൾ ഞാൻ മാരുതിയാണ് ആദ്യമേ പോയി നോക്കിയത്. മാരുതിയുടെ ഞാൻ ഇഗ്നിസ പോയി നോക്കിയത്. അപ്പോൾ ഇഗ്നിസ് ഞാൻ പോയി ഓടിച്ച് പിന്നെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്ത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹ്യുണ്ടായുടെ എക്സ്ട്രാ ഇറങ്ങിയത്. അപ്പോൾ എക്സ്ട്രാ ഓടിച്ചു. അപ്പോൾ അതും ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഫസ്റ്റ് വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഏത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നും. അപ്പോൾ അതും ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ദിവസം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിന്ന് ഒരു മോളിൽ പോയപ്പോൾ ഇത് കിടക്കണുണ്ട്. അപ്പോൾ ഇത് കിടക്കണപ്പോൾ എന്നാൽ ഇതൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പോയി ഓടിച്ച് ഇതും ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഞാനടുത്ത് കുറച്ചും കൂടി റൈഡിങ് കംഫോർട്ട് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. പിന്നെ എല്ലാവരും പറയുമല്ലോ ഒരു സേഫ്റ്റി, ഒരു സോളിഡ് ഫീലൊക്കെ ഉണ്ട്. അങ്ങനെ ഇതെടുത്ത്. ഏത് വേരിയന്റ്? ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ സിഗ്നേച്ചർ. ഈ സിറ്റിയിൽ അധികം ഓടുന്ന ഒരാളെന്നുള്ളതായിരിക്കും ഓട്ടോമാറ്റിക് അല്ലായിരുന്നോ വേണ്ടിയിരുന്നത്? എനിക്ക് എല്ലാവരും പറയും, പക്ഷെ എനിക്ക് മാനുവൽ ട്രാൻസ്മിഷൻ, നമ്മൾ ആ ഗിയർ അങ്ങനെ മാറ്റിയിട്ട് ഓടിക്കുക, അതിനോടാ താല്പര്യം. അപ്പോൾ ഈ 3 വണ്ടികൾ ഓടിച്ചു നോക്കിയപ്പോൾ എന്താണ് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം? ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു കംഫർട്ടും ഇതൊക്കെ തന്നെ. കുറച്ച് എനിക്ക് മറ്റേ ആദ്യമേ ഞാൻ പറഞ്ഞ ബുക്ക് ചെയ്തല്ല, അതിനെനിക്ക് മറ്റേ സ്റ്റിയറിംഗ് റെസ്പോൺസ് ഒക്കെ കുറവാണ്. ഇതിന് അത് കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ അകത്ത് കയറി ആ സീറ്റിലിരിക്കുമ്പോഴുള്ള ഒരു ഫീലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ. അങ്ങനെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനുശേഷം എഴുത്തിന് ദീർഘദൂര യാത്രയൊക്കെ പോയെടുത്തിട്ട് അങ്ങനെ ഓടാൻ ടൈം കിട്ടിയിട്ടില്ല. ഇപ്പം 3 ആഴ്ച ആയിട്ടില്ല. പിന്നെ പോയതൊന്ന് ഇരിഞ്ഞാലക്കുടി വരെയാണ് ഒരു ആവശ്യത്തിനായിട്ട്. അത്രേ പോയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ഡ്രൈവ്? വളരെ അടുത്തല്ലാത്തൊരു സ്ഥലമാണല്ലോ. കുഴപ്പമില്ലായിരുന്നു. ഈ പറഞ്ഞ ഒരു സേഫ്റ്റി ഫീല് തോന്നുന്നുണ്ടോ ഒരു യൂറോപ്യൻ വണ്ടിയുടെ? ഇരിക്കുമ്പോഴുള്ള ഒരു അകത്തിരിക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ട്. ഉണ്ടല്ലോ. എത്ര ഇത് ഓൺ റോഡ്? ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, സിഗ്നേച്ചർ വേരിയൻ്റ്. ഇതെനിക്ക്
11:80 ഞാൻ ആക്ച്വലി ആദ്യമേ ഞാനത് ബുക്ക് ചെയ്യുന്ന സമയത്ത് 11:57 എനിക്ക് കോട്ട് തന്നത്. പിന്നെ അത് ആ വണ്ടി എടുക്കുന്ന ടൈം ആയപ്പോഴേക്കും മെയ് 1 ആയപ്പോൾ റേറ്റ് ഹൈക്ക് ആയി. അപ്പൊ 11:57 എന്നുള്ളത് 11:80 എനിക്ക് പിന്നെ വണ്ടി കിട്ടിയത്. ഈ പൊതുവേ നമ്മളിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വണ്ടിയൊക്കെ എടുക്കുമ്പോൾ യൂറോപ്യൻ വണ്ടികളിലേക്കൊക്കെ പോകുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കുമോ എന്നൊക്കെ ഒരു ആശങ്ക പൊതുവെ ഉണ്ട്. അതാണ് ആൾക്കാർ അധികം മാരുതിയിലേക്കൊക്കെ പോകുന്നത്. അത് തോന്നിയില്ല അങ്ങനെ ഒരു സംഭവം? അല്ല, ഞാൻ വല്ല റിവ്യൂ ഞാൻ കുറെ കാണാറുണ്ട്, എല്ലാവരുടെയും ബൈസൈഡിനെ കാണാറുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു ഇന്ത്യൻ ഇവിടെ തന്നെ ബിൽഡ് ചെയ്ത വണ്ടിയുമാണ്. പിന്നെന്തോ സർവീസിന്റെ കാര്യത്തിലൊക്കെ ആ ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു റിവ്യൂല്, ഒരു അഷുറൻസ്. അപ്പൊ ആ ഒരു ഉറപ്പിലും കൂടി അങ്ങനെ എടുത്തു. അങ്ങനെ എന്തെങ്കിലും സർവീസ് പാക്കേജ് എടുത്തിട്ടുണ്ടോ? സർവീസ് പാക്കേജ് ഇപ്പൊ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്, റീസെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ അധികം സിറ്റിയിൽ ഓടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇലക്ട്രിക് വണ്ടികൾ നോക്കിയിട്ടില്ല, അങ്ങനെ ചിന്തിച്ചില്ല? ഇലക്ട്രിക് വണ്ടി എന്റെ മൈൻഡിലേ ഇല്ല ഇപ്പൊ. ഇല്ല. എന്തായിരിക്കും അത് അങ്ങനെ? അല്ല, നമ്മൾക്ക് ആ ഒരു കാരണം നമ്മള് കണ്ടു വളർന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വണ്ടികളാണല്ലോ. അപ്പൊ അതിനകത്തോട്ടേക്കും വന്നിട്ടില്ല. ചിലപ്പോ ഇൻ ഫ്യൂച്ചർ ചിലപ്പോ കുറെ കണ്ട് വരുമായിരിക്കും. അപ്പൊ ഇതിനു മുമ്പ് 4 വീലർ ഉപയോഗിച്ചിട്ടേ ഇല്ല? 4 വീലർ ഫസ്റ്റ് ആണ്. അപ്പൊ പക്ഷെ അങ്ങനെ ഇത്ര പെട്ടെന്ന് നന്നായിട്ട് ഓടിച്ച് ഇപ്പൊ തന്നെ നന്നായിട്ട് ഓടിച്ചു വരുന്ന കണ്ടു. അല്ല, വണ്ടി എൻ്റെ അടുത്ത് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഓടിക്കുന്നതാണ്. ഫ്രണ്ട്സിന്റെ ആയാലും കസിൻസിന്റെ ആയാലും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ നമ്മൾ തന്നെ ആയിരിക്കും റൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് സീറ്റിലൊക്കെ ആൾക്കാർ ഇരുന്ന് തന്നെ ഓടിച്ചിരുന്നോ? ഓടിച്ചായിരുന്നു. അവരെന്താ പറയുന്നത് ബാക്ക് സീറ്റ് കംഫർട്ടിനെ പറ്റി? ബാക്ക് സീറ്റിൽ കുറച്ചും കൂടി സ്ലാൻഡിങ് പൊസിഷൻ കുറച്ചും കൂടി ഉണ്ടെന്നാണ് ഇപ്പൊ പറയണം. പിന്നെ ബോഡി റോളും അത്ര വലുതായിട്ട് തോന്നിയിട്ടില്ല. ഞാനും പുറകെ ഇരുന്ന് നോക്കിയായിരുന്നു. പിന്നെ കുറച്ചും കൂടി എന്താ പറയണ, നമ്മളാ 2 സൈഡും ഉണ്ടല്ലോ, 2 സൈഡിലും ആ സീറ്റ് കഴിഞ്ഞിട്ട് ആ ഡോറിനോട് ചേർന്നൊരു പ്ലാസ്റ്റിക് ഒരു പാനൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി അങ്ങനെ തോന്നിയേക്കുന്നു. ഇതിന് മറ്റൊരു പ്രത്യേകത, ഒരു മലയാളിയാണ് ഇതിന് പേരിട്ടെന്നുള്ളതാണ്. നമ്മൾ കാസർഗോഡുകാരൻ പേരിട്ട വണ്ടിയാണ് കൈലാക്ക് എന്നുള്ളത്. അദ്ദേഹത്തിന് ഇപ്പം ആ വണ്ടി അവർ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മലയാളിത്തം കൂടെ ഉള്ളൊരു വണ്ടിയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് ഒട്ടും മോശമായിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഇപ്പം മാനുവൽ ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പൂർണ്ണമായും സിറ്റിയിലാണല്ലോ അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും മോശമല്ല. മൈലേജ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ലല്ലോ? മൈലേജ് ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ, എനിക്ക് 15 വരെ കിട്ടിയായിരുന്നു. 15 അവിടെ ഇരിങ്ങാലക്കുട പോയപ്പോൾ? ഇരിങ്ങാലക്കുടയിലല്ല, ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ സിറ്റിയിൽ എനിക്ക് തിരിച്ച് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു നൈറ്റ് ടൈമിൽ ഒരു 8:30 ആയപ്പോഴാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അന്ന് എനിക്ക് 15 കിട്ടിയായിരുന്നു. അത് സംഭവം കേട്ടോ, അത്ര കിട്ടിയെങ്കിൽ. മാനുവൽ ആയതുകൊണ്ടും ആ രീതിയിൽ ഓടിച്ചത് കൊണ്ടും ആയിരിക്കാം. അത് നല്ല സംഭവം കൊള്ളാം. 15 കിട്ടിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 20 കിട്ടാം ഇനി ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ അല്ലേ? അതാണൊരു വമ്പം വിജയമായി, മനസ്സിലാ കരുതി. അപ്പോൾ എന്തായാലും മോശമൊന്നും പറയാൻ സാധ്യതയില്ല ഈ വണ്ടിയെ പറ്റി. എത്ര കാലം ഓടിച്ചാലും, 3 ആഴ്ച എക്സ്പീരിയൻസ് ആണ് പറഞ്ഞെങ്കിൽ പോലും എത്ര കാലം ഓടിച്ചാലും മോശം പറയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു വാഹനമാണ് കൈലാക്ക്. തന്നെയല്ല, ഞാനിപ്പോൾ ആലോചിച്ചൊരു കാര്യം അതാണ്, ഈ പണ്ടൊക്കെ സ്കോഡാന്ന് കേട്ടാൽ ഒരിക്കലും സാധാരണക്കാരൻ അടുക്കുകയില്ല അങ്ങോട്ട്, അല്ലേ? ഇപ്പം നമ്മൾ ധൈര്യമായിട്ട് സ്കോഡ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. അതിനായിട്ട് സർവീസ് പാക്ക് എടുത്ത് വെക്കുന്നത് തീർച്ചയായിട്ടും നല്ല കേട്ടോ, അല്ലെങ്കിൽ ഈ നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ കാണാം. ഹാപ്പി മോട്ടറിങ്. ഇ വികളുടെ കാര്യത്തിൽ ഇപ്പോൾ പുതിയ കുറേ വണ്ടികൾ വന്നൊരു സമയമാണ്. ഇപ്പം എസ് യു വികൾ ഇ വികളാകുന്ന പതിവ് ഈ അടുത്ത കാലത്താണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഹാരിയറിൻ്റെ ഇ വി വന്നു, അതിന് മുമ്പ് ക്രെറ്റയുടെ ഇ വി വന്നു, ഇനി മാരുതിയുടെ ഈ വിറ്റാര വരാൻ പോകുന്നത്. എല്ലാം ഏകദേശം ഒരേ സെഗ്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ക്രെറ്റ ഇ വി എടുത്തത് എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? എബിൻ. ഡോക്ടറാണോ? അതെ അതെ. എവിടെയാ? ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. ലേക്ക് ഷോറിൽ. ഏതാ? ഓർത്തോപീഡിക് ഓൺകോളജി. ഓർത്തോപീഡിക് ഓൺകോളജി. ഓക്കെ. അപ്പം എവിടെ താമസിക്കുന്നത്? ആലുവ സ്ഥിരം വന്നു പോവുകയാണ്? എല്ലാ ദിവസവും വന്നു പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഏത് വണ്ടി ഉപയോഗിച്ചിരുന്നത്? ഹ്യുണ്ടായ് വേർണയുടെ 5th gen 6 ഗിയർ ഓട്ടോമാറ്റിക് ഡീസൽ. ഡീസൽ. അത് കൊടുത്തോ? അത് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത ഇത് എടുത്തു. ശരി. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി ഞാൻ ചോദിക്കാം. അത് 7 years ഓടിച്ചു, നല്ല വണ്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഈ ലേക്ക് ഷോർ ഈ ഒരു കമ്മ്യൂട്ട് എനിക്ക് മാസം ഒരു 13,000 to 14,000 ഫ്യൂവൽ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. പിന്നെ 7 years ആയപ്പോൾ അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ മാറ്റാന്ന് വിചാരിച്ചു. പക്ഷെ ഇതായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് ചോയ്സ്. ക്രെറ്റ എടുക്കാന്നായിരുന്നു, കാരണം ഒരു ഹ്യുണ്ടൈനോടുള്ള ഒരു ലോയൽറ്റി ഉണ്ടായിരുന്നു. അതിന് മൈലേജ് നല്ല മൈലേജ് ഉണ്ടായിരുന്നില്ല ഡീസലിന്? ഉണ്ടായിരുന്നു, എനിക്ക് ഒരു 20 കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്ര ഫ്യൂവൽ ആകുന്നുണ്ടായിരുന്നു. ഒന്നാമത് ഈ ഒരു സ്ട്രെച്ചിന്റെ ഇഷ്യൂ ആയിരുന്നു.
എന്നിട്ട് വീണ്ടും പെട്രോളിലേക്കോ ഡീസലിലേക്കോ പോകാനാണ് ഇരുന്നത്. അതെ പെട്രോൾ. അപ്പൊ ക്രെറ്റ ആയിരുന്നു എന്റെ ഒരു പ്രിഫേർഡ്. ഇത്രയും കൂടി വലുത് ഒന്ന് ഓടിക്കാന്ന് വിചാരിച്ചു. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വേണക്ക് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ക്രെറ്റ എൻലൈൻ ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. കാരണം എനിക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു, ഇലക്ട്രിക് വെഹിക്കിൾ സോളാർ വീട്ടിലുള്ളവർക്ക് മാത്രം എടുത്തിട്ട കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കും. അപ്പൊ ക്രെറ്റ എൻലൈൻ ഞാൻ നോക്കി, അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഓൾമോസ്റ്റ് ബുക്ക് ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരുന്ന സമയത്താണ് ആ ഷോറൂം ലീവ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി, അവിടുത്തെ സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ എന്റെ കൺസേൺ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര ബില്ല് ഇലക്ട്രിസിറ്റി. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഞാൻ തന്നെ സാറിന്റെ ചാനലിലും കുറെ ഓവർ ഡ്രൈവ്, ഓട്ടോ കാർ, പിന്നെ യൂട്യൂബിലും കുറെ സെർച്ച് നടത്തിയപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. മിക്കവരും സോളാർ ഇല്ലാത്തവരൊക്കെ എന്റെ EV വാങ്ങിക്കണം. അപ്പാർട്ട്മെന്റ്സിലൊക്കെ ജീവിക്കുന്നവർക്കൊന്നും സോളാർ ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ EV-നെ കുറിച്ചൊരു ഇത് ചെയ്തു. പിന്നെ ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. പിന്നെ ഞാൻ കാൽക്കുലേഷൻസ് നോക്കി എക്സ്പെൻസിന്റെ. അത് ഭയങ്കര ഒരു വലിയ ഡിഫറൻസ് ആണ് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഞാൻ വിട്ടു. എനിക്ക് അപ്പൊ അങ്ങനെ EV-ലേക്ക് പോയി. അപ്പൊ ആദ്യമായിട്ട് EV ഓടിച്ചതാണ്? ആദ്യത്തെ EV. ആ ഒരു എന്താ പെട്ടെന്ന് തോന്നി ആ ഒരു വ്യത്യാസം? ഏറ്റവും ആദ്യത്തെ വ്യത്യാസം സ്റ്റാർട്ടായോ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നെ അതിലത്തെ റെഡി എന്നുള്ളതൊക്കെ കണ്ടു. എനിക്കൊരു നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഡീസൽ എഞ്ചിന്റെ ഒരു ഇതുണ്ടല്ലോ സംഭവം, ആ ഒരു വെറൈലിന്ന് എനിക്ക് ഈ ഒരു സ്മൂത്ത്നെസ് ഭയങ്കരമായിട്ട് എന്നെ ഇംപ്രസ് ചെയ്തു. സ്മൂത്ത് ആയിട്ട് ആ ഒരേ ലീനിയർ ടോർക്കാണ് അതും. പിന്നെ ബേസിക്കലി എക്സ്പെൻസ് വളരെ ഭയങ്കരമായിട്ടും കുറഞ്ഞു. അപ്പൊ ഇത് എത്രയായി ഓൺ റോഡ് വില? ഇത് 27.3. ഞാൻ ഹോം ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിനൊരു എക്സ്ട്രാ 80,000 എന്തോ. അപ്പൊ ഇതിനിപ്പം ഒരു മാസമായുള്ളൂ. ഈ ഒരു മാസം കൊണ്ട് ഏകദേശം നമ്മുടെ ഒരു കറണ്ട് കൺസംഷൻ നോക്കിയോ ഏകദേശം? ഇല്ല, അത് നോക്കിയിട്ടില്ല. ഈ ബൈ മന്ത്ലി ആണല്ലോ ബില്ല്. പക്ഷെ എന്നാലും ഒരു ഏകദേശം ഇപ്പൊ ഈ നിതി ആയോഗിന്റെ ഒക്കെ സൈറ്റില് അവര് പറയണ്ടല്ലോ ഓരോ ഒരു കാൽക്കുലേഷൻ. അത് വെച്ച് നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററിന് ലെസ് ദാൻ 1 റുപ്പി ആവുന്നുള്ളൂ നമ്മുടെ കേരളത്തിലത്തെ ഇലക്ട്രിസിറ്റി ചാർജസ്, യൂണിറ്റ് ചാർജ് വെച്ച് നോക്കി. ഇനിയിപ്പോ നമ്മള് 14,000 മുടക്കിക്കൊണ്ടിരുന്ന 5,000 6,000 ആയാൽ പോലും അല്ലേ? ഇല്ല, അപ്പൊ ഇതിപ്പോ 3,000 ഒക്കെ ആവുള്ളൂ എന്നാണ് എന്റെ ഒരു നിഗമനം. പക്ഷെ ഇതുപോലെ പകുതി ആയാൽ പോലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ എൻലൈനിൽ ഒരു 1.3 ആ വ്യത്യാസമുള്ളൂ. ആ ഒരു 1.3 ലാക്ക് എനിക്ക് ഒരു കൊല്ലത്തിൽ തന്നെ തിരിച്ചു കിട്ടും. ബേസിക്കലി അതായിരുന്നു എൻലൈൻ 26.1 അതായിരുന്നു. ഇത് 27.3. അപ്പൊ ഇതിനകത്ത് ബാക്കി ഫീച്ചേഴ്സ് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഉപയോഗിച്ച് നോക്കിയോ? ഇല്ല, ഞാൻ ഇത് എടുക്കുമ്പോ എനിക്കൊരു 10-12 ഡേയ്സ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഓട്ടോമാറ്റിക്കിന്റെ ബ്രോഷറൊക്കെ ഈ ബ്രോഷർ ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് റീജൻ ബ്രേക്കിങ്ങിനെ കുറിച്ച് അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ എനിക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു. എന്റെ സ്ഥിരം കമ്മ്യൂട്ടിനുള്ള കാര്യങ്ങളല്ല ഇപ്പൊ സെറ്റ്. ഈ അഡാസ് ഫീച്ചേഴ്സ് ഉള്ളത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വലിയ തലവേദനയാണെന്ന് എല്ലാവരും. അതുണ്ട്, അത് പ്രത്യേകിച്ച് പല ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ നിന്ന് റോഡിലേക്ക് റിവേഴ്സ് ചെയ്ത് എടുക്കുമ്പോ പലവട്ടം ചവിട്ടി കണ്ടുനിന്നവരും ഞാനും പേടിച്ചിട്ടുണ്ട്, പുറകെ വന്ന ബൈക്കാരനും പേടിച്ചു പോയി. അപ്പൊ പിന്നെ നമ്മൾ ഇവിടുത്തെ റോഡിൽ ഇത്തിരി തൊട്ടില്ല എന്നുള്ള മട്ടിലൊക്കെ. അപ്പൊ അതൊന്നും ഇത് സമ്മതിക്കണ്ട, നമ്മള് ഒരു പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അത് ഓഫ് ചെയ്യാറുണ്ടോ? ഇല്ല, ഓഫ് ചെയ്തിട്ടില്ല. എന്തായാലും അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഡോക്ടർ ആയതുകൊണ്ട്. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ? ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതിന്റെ ആ ഒരു ഡ്രൈവ് സ്മൂത്ത്നെസ്, ഒട്ടും ടയറിംഗ് അല്ല. പിന്നെ എഡാസിന്റെ 2-3 ഫീച്ചേഴ്സ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ഇങ്ങനത്തെ ഈ ഒരു ട്രിപ്പില്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആണ്. കാരണം നമുക്ക് പാർക്കിംഗ് കവേർഡ് പാർക്കിംഗ് ഒന്നുമല്ല. അപ്പൊ തിരിച്ച് കയറുമ്പോ ഒരു സുഖത്തിന്. എന്തെങ്കിലും നെഗറ്റീവ് ഈ ഒരു മാസം ഓടിച്ചപ്പോ തോന്നിയോ? നെഗറ്റീവ് ഇപ്പൊ നമ്മള് കോമ്പറ്റീഷനായിട്ട് B6 ഒക്കെ നോക്കിയെങ്കിൽ അതിൽ ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിലില്ല. എന്നാലും ഏകദേശം സെയിം സെഗ്മെന്റ്. അങ്ങനത്തെ ഒരു ഇപ്പൊ പവർ ബൂട്ട് അതൊന്നുമില്ല. അതൊക്കെ ഒരു അല്ലാതെ ഒരു മേജർ ഒരു നെഗറ്റീവ് ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ മറ്റേ B6 ഒക്കെ വന്നിരിക്കുന്നത് മഹീന്ദ്ര. അപ്പൊ അത് മതിയായിരുന്നു എന്ന് തോന്നി. ഞാൻ B6 നോക്കി, എനിക്ക് രൂപം അത്രയ്ക്ക് ഇഷ്ടമില്ല. ഇത്തിരി ബോൾഡ് ഒരു രൂപം. പിന്നെ ഇൻഗ്രസും എഗ്രസും ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ആ ഫ്ലോർ ഇത്തിരി പൊങ്ങി, പിന്നെ റൂഫ് താഴ്ന്നു, ഇത്തിരി കുനിഞ്ഞു വേണം നമ്മൾ കയറാൻ. എനിക്ക് പിന്നെ ഇപ്പൊ ഹാരിയർ EV ഇറങ്ങിയപ്പോ ഇതുണ്ടായിരുന്നു. പിന്നെ അവര് ഭയങ്കര കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ആയിരുന്നു. അതിപ്പോഴും എന്റെ ഇല്ല. പക്ഷെ അതൊന്നും മേടിക്കണ്ട, ഹ്യുണ്ടായുടെ വണ്ടി ഇല്ല. പക്ഷെ ഇത് ഞാൻ സാറ്റിസ്ഫൈഡ്. എനിക്ക് ഒരു നെഗറ്റീവും പറയാനില്ലാത്ത കാരണം. പിന്നെ എപ്പോഴും ഈ ഫോൺ പോലെ ഉള്ളൂ, ഒരു ഫോൺ എടുത്ത് ഇത്തിരി നാൾ കഴിയുമ്പോൾ പുതിയ ഫോൺ പോലെ സങ്കടപ്പെട്ടിട്ട്. അപ്പൊ ചാർജിന് എത്ര നേരം എടുക്കുന്നുണ്ട്?
ഇപ്പൊ വീട്ടിലെ പോർട്ടബിൾ ചാർജർ അത് ഫുൾ ചാർജ് 100%. ഞാൻ ഒരു 30 ആകുമ്പോഴേക്കൊക്കെ പെർസെന്റ് ആകുമ്പോൾ ചാർജ് ചെയ്യും. അതൊരു 14-15 hours ഉണ്ട്. അപ്പൊ എന്റെ ഈ കമ്മ്യൂട്ട് ഒരു ഭയങ്കര പ്രഡിക്റ്റബിൾ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഒരു സാറ്റർഡേ ഓവർനൈറ്റ് ഇടും, സൺഡേ രാവിലെ ആകുമ്പോ ഓഫ് ചെയ്യും. എനിക്ക് ഇവര് ടച്ചുണ്ട്, ഇവര് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. അത് ഞാനിങ്ങനെ ഇതിലൊരു ഡ്രൈവർ ഓൺലി AC മോഡൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ നല്ല റീജൻ ഒക്കെ നോക്കി ഓടിക്കുമ്പോ എനിക്കൊരു 10 km/kW വെച്ച് കിട്ടുന്നുണ്ട്. അതായത് ഒരു 500 റേഞ്ച് കിട്ടുന്നുണ്ട്. ഇവര് പറയുന്നത് 473. അല്ല, എനിക്ക് തോന്നുന്നത് പൂർണ്ണമായും സിറ്റിയിൽ ഓടിക്കുന്നതുകൊണ്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അത്രയും നന്നായിട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കും. അത് 500 കിട്ടുന്നുണ്ട് ഒരു സംഭവമല്ലേ? അല്ല, പക്ഷെ ആ മൂന്നാർ ട്രിപ്പിനൊന്നും കിട്ടില്ല. ഈ അപ്പിലൊക്കെ പോയപ്പോ അത് ഇവരുടെ EV ഡ്രൈവ് ഉണ്ടായിരുന്നല്ലോ. മറ്റേ ഞാൻ വന്ന് ഫ്ലാഗ് ഉണ്ടായിരുന്നല്ലേ? ശരി, അത് 14 വണ്ടി. 14 വണ്ടി. അപ്പൊ 14 ഫാമിലീസ് ആയിട്ട്. അപ്പൊ അത് അപ്പിൽ എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഡൗൺ ഹില്ല് എല്ലാവരും ലെവൽ 3 റീജനിലിട്ട് ഓടിച്ചു. അപ്പൊ നമുക്ക് ശരിക്കും ഇങ്ങോട്ട് പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡൗൺ ഹിൽ ഇറങ്ങിയപ്പോ. അപ്പൊ ആ സമയത്തൊക്കെ ഓൾമോസ്റ്റ് 500 kW വെച്ചൊക്കെ km/kW വെച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഡൗൺ ഹിൽ ഇറങ്ങുന്ന സമയത്ത്. ആ റീജൻ ബ്രേക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തു. അതാണോ ഏറ്റവും ദീർഘദൂരം ഓടിച്ചത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡ്രൈവ്? നല്ലായിരുന്നു, നല്ല ഡ്രൈവ് ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കോൺവോയ് ഡ്രൈവിനൊക്കെ പോണത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു വെൽ ഓർഗനൈസ്ഡ് പോപ്പുലർകാര് നല്ലപോലെ അത് ചെയ്തിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ച് വരുമ്പോ ഇതിന്റെ ഒരു ഫുൾ റീജൻ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് ഞാൻ ഐപെഡലൊന്ന് നോക്കി. അപ്പൊ അതെല്ലാം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കാര്യമായ രീതിയിലെല്ലാം നോക്കി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇൻഫർടൈൻമെന്റ് സിസ്റ്റം മാത്രം കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇത്രയും കൂടി അറിയാനുണ്ട്. കാരണം അതുപോലെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. എന്നാലും ഈ പറഞ്ഞ പോലെ ടാറ്റ ഹാരിയർ റിവ്യൂ എടുക്കാത്തതിൽ വിഷമിക്കൊന്നും വേണ്ട. ഹ്യുണ്ടായുടെ ആയതുകൊണ്ട് എനിക്ക് ആ 7 years വേർഡ് ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലൈന്റ്, മേജർ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ല. അതിന് സർവീസ് കോസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് സർവീസ് കോസ്റ്റ് ഒരു ഇയർലി സർവീസ് ആയിരുന്നു, ഒരു 10,000 to 12,000 ഇടയിലായി. കൂടുതലൊന്നുമില്ല. ഇപ്പൊ ഒരു ഫസ്റ്റ് സർവീസ് ആയി 1500 കിലോമീറ്റർ ആയി. ഇതിനൊന്നും ആകാൻ സാധ്യതയില്ല അല്ലേ? ഇല്ലാന്ന് അവര് പറയുന്നത്. മൂവിംഗ് കമ്പോണൻസ് കുറവായ കാരണം റീപ്ലേസ്മെന്റ്സ് ഒക്കെ കുറവായിരിക്കും. പിന്നെ AC ഫിൽറ്റർ, അതുപോലെ തന്നെ ബ്രേക്ക് പാഡ്, ഇതൊക്കെ തന്നെയല്ലേ വരാനുള്ളൂ. അതൊന്നും വരാനില്ലല്ലോ, അതൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമറാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത്. 1 വർഷം കഴിഞ്ഞാലും മോശമാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? തോന്നുന്നുണ്ട്. ഫാമിലിയൊക്കെ എങ്ങനെയുണ്ട് ഇതിനകത്ത് കയറിയിട്ട്? എല്ലാവരും ഹാപ്പിയായി. എല്ലാവർക്കും ആ ഒരു സ്മൂത്ത്നെസ് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതാണ്, ഒരു അനക്കവും ഇല്ല, ഒരു ശബ്ദവും ഇല്ല, ഒരു ഇങ്ങനെ ചാട്ടോ അതൊന്നുമില്ല. പക്ഷെ ചിലവര് പറയും ആ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണതിന്റെ ആ ഒരു സുഖമൊന്നും കിട്ടില്ല. പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോ എനിക്ക് അതൊരു മേജർ ഇഷ്യൂ. തന്നെയല്ല, എത്ര എക്കണോമിക്കലായിട്ട് കൊണ്ടുപോകണം പറ്റുമെന്ന് പറഞ്ഞാൽ. വീട്ടിൽ സോളാർ വെച്ചിട്ടുണ്ടോ? ഇല്ല, വെച്ചിട്ടില്ല. ഞാനിപ്പോ ഈ പ്രാവശ്യം ബില്ലൊക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് അത് ഒന്ന് പ്ലാൻ ചെയ്യാൻ. എന്നാലും ആഴ്ച ഒരു ദിവസം ചെയ്യുന്നുള്ളെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഫാസ്റ്റ് ചാർജറും വാങ്ങിക്കാത്തത്. കാരണം ഒരു പ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ എന്തായാലും സന്തോഷം കണ്ടതിൽ. അപ്പം ഹാപ്പി മോട്ടറിങ് ആശംസിക്കുന്നു. രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിരിക്കും. ഇത്ര നേരത്തെ ഇറങ്ങി. ശരി. അപ്പോൾ നമ്മളിനി പരിചയപ്പെടാൻ പോകുന്ന ഒരു വെൻഡോ ഡീസലിൻ്റെ ഓണറാണ്. നമസ്കാരം. ഹായ്. പേര്? ഞാനൊരു EV മൊബിലിറ്റി കമ്പനിയാണ്. EV മൊബിലിറ്റി കമ്പനി എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പ്യുവർ EV മാത്രമായിട്ടുള്ള ടാക്സി സർവീസസ്, അതേപോലെ തന്നെ എംപ്ലോയി ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഓൺ കോൾ സർവീസസ് എല്ലാം ചെയ്യും. നമ്മൾ പ്യുവർ EV മാത്രമേ ചെയ്യുന്നുള്ളൂ. ശരി. എല്ലാ കാറുകളാണോ അതോ ടൂ വീലർ ഉണ്ടോ? കാറുകളാണ് എല്ലാം. നമുക്ക് 3 വണ്ടികളാണ് ഇപ്പോൾ വരുന്നത്. ഒന്ന് സിട്രൺ EV ഉണ്ട്, വിൻസർ EV ഉണ്ട്, അതേപോലെ തന്നെ MG ZS. ശരി. അപ്പോൾ ഇതെല്ലാം കൂടെ ചാർജ് ചെയ്യുന്നത് എവിടെയാണ്? എത്ര വണ്ടികളുണ്ടാകുക? അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബോട്ടിൽ നെക്ക്. നമ്മളെപ്പോഴും ചാർജ് ചെയ്യുന്നത് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, ഓപ്പറേഷണൽ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇപ്പോഴും നമ്മൾ സോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം EV ചാർജിങ് സ്റ്റേഷൻസ് ആക്ച്വലി കൂടുതൽ വരുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇന്നൊരു നിയർ ഫ്യൂച്ചർ നമ്മുടെ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ പ്രോബ്ലം. പിന്നെ നമ്മൾ തന്നെ ഇൻ ഹൗസും ചാർജിങ് സ്റ്റേഷൻസ് സെറ്റപ്പ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. എത്ര വണ്ടികളുണ്ടാകെ? നമുക്കിപ്പോൾ ആക്ച്വലി 30 വണ്ടിയുണ്ട്. ഏറ്റവും കൂടുതലുള്ള ബ്രാൻഡ് സിട്രൺ ആണ്. സിട്രൺ EV. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സാധാരണ EVകൾ ഇത്രയും ദൂരമൊക്കെ ഓടിക്കുന്നു, പലരും ഓടിക്കുന്നു, പല സമയത്ത് ഓടിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇഷ്യൂസ് ഉണ്ടോ? ഇഷ്യൂസ് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ചില സിട്രൻ്റേതായ അവരുടേതായ കാറിൻ്റേതായ ഇഷ്യൂസ് ഡെഫിനറ്റ്ലി ഉണ്ട്.
പക്ഷേ നമുക്ക് ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ സർവീസ് അഡ്വാൻറ്റേജസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷേ ദെനഗെയിൻ സിട്രൺ എന്ന ആ ഒരു ബ്രാൻഡിന് ആ ഒരു വെഹിക്കിളിന് അതിൻ്റെതായ സോഫ്റ്റ്വെയർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതർവൈസ് നമുക്ക് അത്ര വലിയൊരു പ്രോബ്ലംസ് തോന്നുന്നില്ല. റേഞ്ചൊക്കെ ആണെങ്കിലും കാര്യമായ റേഞ്ചുകളൊക്കെ കുഴപ്പമൊന്നുമില്ല. അവർ പറയുന്ന റേഞ്ചുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എം ജി ഈസ് ഗുഡ്. എം ജി നമ്മുടെ എന്താണ് എക്സ്പെക്ടേഷൻ അത് എം ജി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എം ജിയിൽ നിന്ന് കാര്യമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ഇലക്ട്രിക് വണ്ടികൾ എന്ന് വെച്ചാൽ അതിന് അസാമാന്യമായ ഒരു പിക്കപ്പ് ഒക്കെ ഉള്ള വണ്ടികളാണ്. അപ്പോൾ പല ഡ്രൈവേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരതെങ്ങനെയാണ് അതോട് കോപ്പപ്പ് ആകുന്നത്? ഡ്രൈവേഴ്സിന് ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് വരുമ്പോൾ അവർക്കൊരു ട്രെയിനിങ്ങും അവരുടെ എന്താ പറയുക ഡ്രൈവിംഗ് ശൈലികളും നോക്കിയിട്ടാണ് നമ്മൾ ഡ്രൈവേഴ്സിനെ പിക്ക് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ തുടങ്ങിയ കാലത്ത് ഞങ്ങൾക്ക് അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. ഡ്രൈവേഴ്സ് ഇത് EV ഓടിച്ച് പരിചയമില്ലാത്ത ഡ്രൈവേഴ്സ് IC എഞ്ചിനിൽ നിന്ന് EVയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നതോ അവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ IC എഞ്ചിന് ആ ഒരു കയറി വരാനുള്ളൊരു സമയമുണ്ടല്ലോ, അതൊന്നും EVക്കില്ല. ഇതൊറ്റ ചാട്ടമാണ്. ആ ചാട്ടത്തെ കൊണ്ട് തന്നെ പല ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. വണ്ടി തട്ടുകയും മുട്ടുകയൊക്കെ സംഭവിക്കും. പിന്നെ എന്താ പറയുക ചട്ടിങ്കലാകുമ്പോൾ തട്ടിമുട്ടി എല്ലാ വണ്ടികളും തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നും നമുക്കൊരാൾ തന്നെയുണ്ട് ഈ തട്ടലും മുട്ടലും മാനേജ് ചെയ്യാൻ വേണ്ടി. എന്നാലും നല്ലൊരു സംഭവമാണ്. കാരണം 20ഓളം വണ്ടികൾ, അല്ല 30 വണ്ടികൾ EVകൾ ടാക്സി ആയിട്ട്. എന്താ ഫേമിന്റെ പേരെന്താ? ഹൗണ്ട് മൊബിലിറ്റി എന്നാണ് ഫേമിന്റെ പേര്. ഓക്കെ, അപ്പോൾ അത് എല്ലാ ആശംസകളും നേരുന്നു. ഇനി ഇതിലേക്ക് വരാം. വെൻഡോ ഡീസൽ എത്ര വർഷമായി വാങ്ങിച്ചിട്ട്? 12 വർഷം കഴിഞ്ഞു. 12 വർഷം. പുതിയതെടുത്തതാണ്? പുതിയതെടുത്ത ആക്ച്വലി വീട്ടിലേക്ക് എടുത്തതാണ്. അതിനുശേഷം ഞാനത് നൈസായിട്ട് ശരി. എന്താ നന്നായിട്ട് ഓടി കാണുമല്ലോ ഇങ്ങനെ? നന്നായിട്ട് 180 ഓടി. 180 ഓടി. മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. എന്താ പറയുക, ഒരിക്കൽ ഒരു തവണ ഒരു ഇഞ്ചക്ടർ മാറേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷെ അതും എനിക്ക് തോന്നുന്നത് സംബന്ധിച്ച് ഞങ്ങളുടെ അവിടെ ഒരു പുതിയ പെട്രോൾ പമ്പ് വന്നായിരുന്നു. സ്ഥിര പെട്രോൾ പമ്പിൽ നിന്ന് അടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അത് എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. പുതിയ പെട്രോൾ പമ്പുകളിൽ നിന്ന് സ്ഥിരം അടിച്ച് കഴിയുമ്പോൾ ഇഞ്ചക്ടറിന് ഇഷ്യൂസ് വരാറുണ്ട്, കരടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു. അപ്പോൾ അതാണോന്നും അറിയത്തില്ല. പക്ഷേ ആ ഒരു ഇഷ്യൂ അല്ലാതെ വേറെ ഒരു എന്താ പറയുക മേജർ ഇഷ്യൂസ് ഒന്നും ഇതുവരെ വണ്ടിക്ക് വഴി കിടത്തിയിട്ടില്ല. ഒറ്റ തവണയേ ഉള്ളൂ. അതെ, അത് ഇഞ്ചക്ടറിന്റെ പേരിലാണ്. ഇഞ്ചക്ടറിന്റെ പേരിലാണ്. എങ്ങനെയുണ്ട് ഇപ്പം മെയിൻ്റെനൻസ് കോസ്റ്റ്? കാരണം സാധാരണ ഫോക്സോണൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സർവീസ് എന്തെങ്കിലും ഇതൊക്കെ എടുക്കും. പക്ഷേ ഇതിനിപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് അതിൻ്റെ സർവീസ് പാക്കേജ് എല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോൾ സർവീസ് മെയിൻ്റെനൻസ് കോസ്റ്റ്? റിലേറ്റീവ്ലി വെരി ഹൈ എന്ന് തന്നെ പറയാം. ഇപ്പം എനിക്ക് നമ്മൾ വണ്ടി എടുത്ത കാലം മുതൽ ഞാനൊരു 4 തവണ എല്ലാ ABS സെൻസർ, മെയിനായിട്ട് പോകുന്ന സാധനം ABS സെൻസറാണ്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഫോക്സ്വാഗൻ ഞാൻ കേട്ടിട്ടുള്ള ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് ഒരു 5 വർഷത്തെ ജനറേഷനിൽ വന്നിരുന്ന എല്ലാ വണ്ടികളുടെയും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ABS. എൻ്റെ ഫ്രണ്ട്സിനുള്ള പോളോ ആണെങ്കിലും എല്ലാവരും പറയുന്നത് നമ്മുടെ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ABS അടിച്ചു പോകും, ഗ്യാരണ്ടി. ഒരു 4-5 തവണ ഞാൻ ഇതിൻ്റെ എല്ലാ ABSകളും മാറ്റിയിട്ടുണ്ട്. ആദ്യമൊക്കെ ABS സെൻസറിന് അറൗണ്ട് ഒരു 4500-5000 രൂപ റേഞ്ച് വില ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ മാർക്കറ്റ് പാർട്സാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ 2000 രൂപ 2500 രൂപ റേഞ്ചിൽ ABSൻ്റെ കോസ്റ്റ് നമുക്ക് വരുന്നുള്ളൂ എന്നല്ല, പക്ഷേ ഇതിനെങ്കിലും അതൊരു വലിയൊരു കോസ്റ്റ് തന്നെയാണ്. പിന്നെ ഓവറോൾ സപ്പോർട്ടൊന്നുമില്ല. അവരുടെ വണ്ടിക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആയിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരും, അങ്ങനെ വരുന്നില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ തവണയും നമ്മൾ ഇപ്പം വണ്ടി എടുത്ത 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരു 2 ABS സെൻസേഴ്സ് മാറ്റേണ്ടിയൊക്കെ വന്ന സിറ്റുവേഷൻസ്. പക്ഷെ അത് എത്ര വർഷം മുമ്പായതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പിന്നെ ജനറലി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാലും എല്ലാം ഏറെക്കുറെ ഇത്തിരി എക്സ്പെൻസീവാണ്. എല്ലാ പാർട്സും എക്സ്പെൻസീവാണ്. AC-യുടെ എന്താ പറയുക ഇന്റർകൂളർ, ഐ മീൻ കംപ്രസർ ഒരു തവണ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. പിന്നെ മറ്റേ കോയിൽ 2 തവണ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അതൊക്കെ എന്താ പറയുക സാധാരണ വരുന്ന ആയിരിക്കാമായ പ്രോബ്ലങ്ങളാണ്. പക്ഷേ അതെനിക്ക് അതൊക്കെയാണ് മേജർ എക്സ്പെൻസസ് ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിനെ ഇപ്പോഴും സ്നേഹിച്ച് കൊണ്ടു നടക്കുന്നത്? എന്തുകൊണ്ടാണ്? ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നുവെച്ചാൽ മോർ ദാൻ കംഫർട്ട്, ഞാൻ എന്താ പറയുക ഞാൻ ഇത്രയും വർഷം ഓടിച്ചത് കൊണ്ടുള്ള ആ ഒരു കംഫർട്ടുണ്ട് ഒന്ന്. അതുമാത്രമല്ല ഒരു കോൺഫിഡൻസാണ്. വണ്ടി ഓടിക്കാൻ ഭയങ്കര കോൺഫിഡൻസാണ്. കാരണം നമ്മൾ വണ്ടി വിചാരിക്കുന്നിടത്ത് വണ്ടി വളഞ്ഞെത്തും എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് എസ്പെഷ്യലി ഹാൻഡിലിങ് ഭയങ്കര കംഫർട്ടബിളാണ്. ഇപ്പോൾ
എൻ്റെ ഫ്രണ്ട്സ് ഈ പോളോ എടുത്ത് പോളോ GT ഇതേ എഞ്ചിൻ വെച്ച് 1.6 TDI എഞ്ചിൻ തന്നെ വെച്ചിട്ട് ഉള്ളൊരു GT ഉണ്ടായിരുന്നു. അത് മോഡിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡ്യുവൽ ക്ലച്ച് DSG ആയിരുന്നു വന്ന്. അതിൽ നല്ല സസ്പെൻഷനൊക്കെ മോഡിഫൈ ചെയ്ത് നല്ല സസ്പെൻഷനൊക്കെ ഇട്ടും അതും ഇതും തമ്മിലൊരു അജഗജാന്തരം ഒന്നും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും സ്റ്റോക്ക് സസ്പെൻഷനാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് സസ്പെൻഷനിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ റൈഡാണ്, ആസ് വെൽ ആസ് നമുക്ക് കൺട്രോൾ ഉണ്ടോ. ഇപ്പോൾ ഒലയുന്ന പരിപാടികളൊന്നുമില്ല. നമ്മൾ വണ്ടി തിരിച്ചാൽ അവിടെ തന്നെ നിൽക്കും. പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും അതെ, നമുക്ക് ചവിട്ടിയെടുത്ത് വണ്ടി നിൽക്കും. അപ്പോൾ മൈലേജ് ഒക്കെ കിട്ടുന്നുണ്ടാവും. മൈലേജ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാര്യം അതാണ്, മൈലേജാണ്. കാരണം ഈ വണ്ടി ഞാൻ ഓടിച്ച് ഇപ്പോൾ സിറ്റിയിൽ ഓടിച്ചാൽ പോലും എനിക്ക് അറൗണ്ട് ഒരു 15 കിലോമീറ്റർ പ്ലസ് 15+ മൈലേജ്, റിയലിസ്റ്റിക് മൈലേജ്. ഞാൻ കാരണം മൈലേജ് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരു ആപ്പിൽ. ഓരോ തവണ ഡീസൽ അടിക്കുമ്പോഴും ട്രാക്ക് ചെയ്ത് അപ്പോൾ എനിക്ക് റിയലിസ്റ്റിക്കലി ഓൺ ആൻ ആവറേജ് 15 കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട്. ഹൈവേ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ എനിക്കൊരു 21-22 കിലോമീറ്റേഴ്സ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. വളരെ എക്കണോമിക്കലാണ്. ഇത് കൊടുക്കാത്തതിൻ്റെയും റീസൺ അതാണ്. ഓൾറെഡി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ തന്നെ പിന്നെ ഇതുപോലെ ഒരു കംഫർട്ടോ ഓടിച്ച വണ്ടികളിലൊന്നും അങ്ങനെ ഒരു കംഫർട്ട്, ആ ഒരു ഹോംലി ഫീൽ കിട്ടാത്ത ഒരു ഇതുണ്ട്. പിന്നെ ഡീസൽ സഡാനുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇതിൻ്റെ നെക്സ്റ്റ് വെർഷൻ വന്ന് 1.5 എഞ്ചിൻ ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ ആ ഒരു പവറോ അല്ലെങ്കിൽ ആ ഒരു പിക്കപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ ഒരു എഞ്ചിനുകളിൽ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ 1.6 ഇല്ല, 1.5 വരെ വരുന്നുള്ളൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇത് അന്യം നിന്ന് പോയൊരു കക്ഷിയാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോക്സോൺ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഹാൻഡ്ലിംഗ് ആയാലും സേഫ്റ്റി ആ ഒരു ഫീൽ ആയാലും എല്ലാം നമുക്ക് മറ്റൊരു വണ്ടിയിലും കിട്ടും. ചേട്ടാ, സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഒരു മേജർ എന്നല്ല ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ ശോഭ സിറ്റിയുടെ അവിടെ പണി നടക്കുക. അപ്പോൾ അവിടെ തട്ടായിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല സദ്യയൊക്കെ കഴിച്ചു പോകുന്നുണ്ട് ഉറങ്ങിപ്പോയി. യൂഷ്വലി അങ്ങനെ സംഭവിക്കാറില്ല. ഞാൻ ഇവിടെ ഉറക്കം വന്നു കഴിഞ്ഞാൽ കയറി കിടന്ന് സൈഡാക്കി ഉറങ്ങാറില്ല. പക്ഷേ അന്ന് എന്തോ അങ്ങനെ സംഭവിച്ചു. വണ്ടി ഇത്ര ഹൈറ്റുള്ള ഒരു തട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക്, അതായത് റോഡിൻ്റെ രണ്ട് സൈഡിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഇത്ര ഹൈറ്റുള്ള തട്ടിൽ നിന്ന് താഴോട്ട് ചാടിപ്പോയി. ഞാൻ വൈഫുണ്ടായിരുന്നു, കൊച്ചിനെ ബാക്കിൽ ചൈൽഡ് സീറ്റിൽ ഇത് ചെയ്തായിട്ടിരുന്നത്. രണ്ടുപേരും അറിഞ്ഞില്ല. ഇത്ര ഇതിൽ ചാടിയിട്ട് വണ്ടി അറിഞ്ഞില്ല. ഞാനിങ്ങനെ വണ്ടി ചാടി പടപടോന്ന് സൗണ്ട് കേട്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി നിൽപ്പുണ്ട്. രണ്ടുപേരും അറിഞ്ഞില്ല. അന്നേരമാണ് രണ്ടുപേരും എഴുന്നേറ്റ്. അത് അത്രയും സേഫാണ്. വണ്ടിക്ക് കുറച്ച് അടിയിൽ ഒരു കല്ലിൻ്റെ മുകളിൽ കൂടെ കയറി പോയതുകൊണ്ടുള്ള ചെറിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബമ്പർ ചാടിപ്പോയി, അങ്ങനെയുള്ള ബമ്പർ തുറന്നോ? എയർ ബാഗ് തുറന്നില്ല. കാരണം എയർ ബാഗിൻ്റെ മൊഡ്യൂള് വർക്കിംഗ് എന്തോ ഇഷ്യൂ ആയിട്ട് ഇതിരിക്കും. അത് ചോദിച്ചപ്പോൾ എന്നോട് 35,000 രൂപയാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ സേഫായിട്ട് ഓടിച്ചോളാം അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ വണ്ടികളുടെ ഒരു പ്രത്യേകത. ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ ഈ പറഞ്ഞ GT ഡീസൽ GT ടോപ്പിൾ ചെയ്തിട്ടും ആൾക്കൊരു വണ്ടി ടോളറൻസ് ആയി. പക്ഷേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഫോക്സ് വാഗനോടുള്ള ആ ഒരു സേഫ്റ്റി ആസ്പെക്ട് ഭയങ്കര ഹൈ ആണ്. ഇതുവരെ ഈവൻ ചെറിയ ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഹാമോ കാര്യങ്ങളോ ഇതുവരെ ഫോക്സ് വാഗനിൽ നിന്ന് വന്ന് ഞാൻ കേട്ടിട്ടില്ല. ശരിയാണ്. കാര്യം വണ്ടി ടോട്ടൽ ലോസ് ആയാലും ആ ക്യാബിൻ അതെങ്ങനെ സേഫായിട്ട് അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ എന്തായാലും ഇനി ദീർഘകാലം ഓടും സംഭവം, ഹോപ്പ്ഫുള്ളി. വിൽക്കാനുള്ള പരിപാടിയൊന്നുമില്ല. ഇല്ല, എന്താ പറയുക, മാക്സിമം ഇപ്പോൾ വിൽക്കാനാണെങ്കിൽ പോലും റിലേറ്റീവ്ലി ഇവർക്ക് ഫോക്സ് വാഗൻ വെൻഡോയ്ക്ക് തന്നെ റീസെയിൽ വാല്യൂ ഭയങ്കര ലോ ആണ്. നമുക്ക് ഇപ്പോൾ ഇതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 2.5-3 താഴെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ 3 ഇത്രയും നല്ലൊരു വണ്ടി 3 കൊടുക്കാൻ എനിക്ക് അന്ന് എടുത്തപ്പോൾ അറൗണ്ട് ഒരു 11.5 ഫുൾ ഓപ്ഷൻ ആയിട്ട് തന്നെ എടുത്തിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്രയും ആ ഒരു ലോ വാല്യൂവിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മേ ബി വർഷത്തിൽ മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കുവാണെങ്കിൽ എനിക്ക് അറൗണ്ട് ഒരു
60,000 to 80,000 ടോട്ടൽ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട് ഒരു വർഷം. ഒരു വർഷം. അത് കഴിഞ്ഞ വർഷം ടയറും കൂടെ ചേഞ്ച് ചെയ്തത് കൊണ്ട് വന്ന് അത്രയും വന്നത്. അപ്പം അല്ലാതെ നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു 50,000 തന്നെ ടോട്ടൽ ഇത്രയും ഓൾഡായിട്ട് പോലും ഇപ്പൊ പറഞ്ഞ പോലെ ബാറ്ററിയുടെ ഇഷ്യൂ വന്ന പോലെ അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് എപ്പോഴും ക്രോപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും വരുകയും ചെയ്യും. ഇത്രയും പഴയ വണ്ടിയല്ല, അതിൻ്റെതായ പഴക്കങ്ങൾ കാണിക്കുന്നുണ്ട്. ഡീസൽ വണ്ടിയും കൂടിയാണല്ലോ. ഡീസൽ വണ്ടി, പിന്നെ അതിൻ്റെതായ വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളോ വേറെ മോഡിഫിക്കേഷൻസോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വേറെ മേജർ ആയിട്ടുള്ള പാർട്ട് സ്വാപ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പഴമയുടേതായ മെയിൻ്റനൻസുകൾ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈവൻ അത് ചെയ്താൽ പോലും എനിക്കിത് ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഫോർ മണിയാണ് എങ്ങനെ നോക്കിയാൽ. അപ്പോൾ ഈ നമ്മുടെ ഫ്ലീറ്റിലുള്ള 3 വണ്ടികളുണ്ടല്ലോ, അത് ഒന്ന് EZS-EV, ഒന്ന് വിൻസർ, ഒന്ന് സിട്രോൺ C3, E-C3. അപ്പോൾ ഇതിൽ ഏതാ പെട്ടെന്ന് ഒരെണ്ണം പിക്ക് ചെയ്ത് വണ്ടി ഓടിച്ച് പോകണം തോന്നിയില്ല, അത് സെലക്ട് ചെയ്യും? വിൻസർ എടുക്കും. വിൻസർ അല്ലേ? അതാണ് ഏറ്റവും കംഫർട്ടബിൾ അല്ല? അത് നമുക്ക് വിൻസറിൽ ഞാൻ ഒരു ലോങ് ഒക്കെ പോയായിരുന്നു. അപ്പം ലോങ് പോയപ്പോഴാണെങ്കിലും വളരെ കംഫർട്ടബിളാണ്. ഫാമിലി ആയിട്ടാണ് പോയത്. എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾ 5 പേര് ഇരുന്നിട്ട് പോലും വീണ്ടും സ്ഥലം ബാക്കിയാണ്. ശരിക്കും പറഞ്ഞ ഒരു ബസ് പോലെ വേണ്ടി. അപ്പം അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയി വരാനുള്ള ലഗേജ് ഒക്കെ ആണെങ്കിലും മാക്സിമം ലഗേജ് കുത്തിക്കയറ്റി നമുക്ക് പോകാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും വണ്ടി ഇനി ദീർഘകാലം ഉപയോഗിക്കേണ്ടത് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ആദ്യം പറഞ്ഞ കാര്യമാണത്. നിങ്ങൾ പണമെല്ലാം സമ്പാദിച്ച് ബാങ്കിൽ വയ്ക്കാതെ അത്യാവശ്യമായി തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുക. അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് വിവിധ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന പല തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അങ്ങനെ കയ്യിലുള്ള സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയറുമായിട്ട് കാണാം. വീഡിയോ ഉണ്ടാകും. നന്ദി.